Good evening, everyone. I'm so shocked to hear all that positions, which probably by mistake, it's not all. But my name is Priya Matthew. First of all, I would like to thank JC George, the Kerala Association Social Service Director, for giving me this opportunity to talk about women empowerment. As I'm advised, I'm going to speak in Malayalam. So, എന്താണ് സ്ത്രീ ശാക്തീകരണം? സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ കഴിവുകളെ പരിപോഷിപ്പിച്ച് അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സ്ത്രീ ശാക്തീകരണം എന്നതുകൊണ്ട് ഒറ്റ വാക്കിൽ അർത്ഥമാകുന്നത്. സ്ത്രീ ശാക്തീകരണം എന്ന വാക്ക് പോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വാക്കാണ് ലിംഗസമത്വം. ലിംഗസമത്വം എന്ന് വെച്ചാൽ ഇത്രയുമേ ഉള്ളൂ, നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന മൗലിക അവകാശങ്ങൾ ആണിനും പെണ്ണിനും തോളോട് തോൾ ചേർന്ന് ഒരുമിച്ച് പങ്കുവയ്ക്കുവാനുള്ള ഒരു അവകാശം കിട്ടുക. എന്നാൽ ആഗോള പുരോഗതിയുടെ ഇപ്പോഴത്തെ നിരക്ക് പ്രകാരം ലിംഗസമത്വം കൈവരിക്കാൻ അല്ലെങ്കിൽ ലിംഗഭേദം എന്ന ഒരു വ്യത്യാസം ഇല്ലാതെയാകുവാൻ മറികടക്കുവാൻ 130 വർഷങ്ങൾ കൂടി ഇനിയും എടുക്കും എന്നാണ് കണക്ക് രേഖപ്പെടുത്തുന്നത്. സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ വിമൻ എംപവർമെന്റ് നമുക്ക് എങ്ങനെ സാധ്യമാക്കാം? സോ ഞാനൊരു സ്ലൈഡിൽ അതിൽ ഇംഗ്ലീഷിൽ പോയിന്റ്സ് മാത്രം എഴുതിയിട്ടുണ്ട്. ഐ ഹാവ് ലൈക്ക് 6 ബുള്ളറ്റ് പോയിന്റ്സ്. നമ്പർ 1, സ്ത്രീ ശാക്തീകരണം സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. സ്ത്രീപക്ഷ സമീപനങ്ങളുടെ കാര്യത്തിൽ വളരെ യാഥാസ്ഥിതികമായ നിലപാടുകൾ പുലർത്തുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. എല്ലാ മേഖലകളിലും ഒട്ടനവധി വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ത്രീരത്നങ്ങൾ നമ്മുടെ രാജ്യത്തും ലോകമെമ്പാടും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കഴിവും ശേഷിയും നിശ്ചയദാർഢ്യവുമുള്ള പെൺകുട്ടികൾ ഇന്ന് നമുക്ക് ചുറ്റും ഒരുപാടുണ്ടെങ്കിൽ പോലും ഇന്നും സ്ത്രീ ശാക്തീകരണം പൂർണ്ണമായും ഇന്ത്യ മഹാരാജ്യം കൈവരിച്ചിട്ടില്ല. നമ്മുടെ രാജ്യം എന്ന് ഞാൻ പറയുമ്പോൾ അത് ഇന്ത്യയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ വളർന്നു വന്ന ഇടങ്ങൾ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലും ചിന്താമണ്ഡലത്തിലും നമ്മുടെ വ്യക്തിത്വ ഡെവലപ്മെന്റിനുമെല്ലാം ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. സ്ത്രീജനങ്ങൾ പലപ്പോഴും പല വിവേചനങ്ങൾക്കും ഇരയായിട്ടും മിക്ക സ്ത്രീകളും ഇപ്പോഴും ഒരു പടി പിന്നോട്ട് മാറി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ആർഷഭാരത സംസ്കാരം അതിൻ്റെ സനാതന മൂല്യങ്ങളിൽ ഊന്നിക്കൊണ്ട് മെനഞ്ഞെടുത്തിട്ടുള്ള ചില കുടുംബ മൂല്യങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഒരു വീട്ടിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെന്നിരിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അവർ ഒരേ കാര്യത്തിന് വേണ്ടി വഴക്കുണ്ടാക്കുമ്പോൾ മിക്കവാറും നമ്മൾ പെൺകുട്ടികളോടാണ് പറയുന്നത്, നീ ഒന്ന് ശാന്തമാവും, അടങ്ങിയിരിക്കൂ. എന്നിട്ട് അതേ കാര്യം തന്നെ ആൺകുട്ടിക്ക് സാധ്യമാക്കി കൊടുക്കുകയും ചെയ്യും. ഈ കുടുംബ വ്യവസ്ഥിതി കണ്ടു വളരുന്ന കുട്ടികളാണ് പിന്നീട് മുതിർന്ന പുരുഷന്മാരും സ്ത്രീകളുമായി മാറുന്നത്. അതുപോലെ തന്നെ പല പീഡനങ്ങളും നടക്കുമ്പോൾ നെറ്റി ചുളിച്ചുകൊണ്ട് നമ്മുടെ ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു പീഡനം സംഭവിക്കുമ്പോൾ അവൾ അസമയത്ത് പുറത്തുപോയി അല്ലെങ്കിൽ നേരം തെറ്റി അവൾ വീട്ടിൽ വന്നു. എന്താണ് ഈ അസമയം എന്ന് പറയുന്നത്? ആൺകുട്ടിക്കും ഏകദേശം ഒരേ അളവിൽ തന്നെ അല്ലെങ്കിൽ ഒരേ നിരക്കിൽ തന്നെ പീഡനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ നൂറ്റാണ്ടിൽ ആൺകുട്ടിക്ക് 6 മണിയും 7 മണിയും ഒക്കെ അസമയം അല്ലെങ്കിൽ 10 മണി വരെയും അസമയം അല്ലെങ്കിൽ അത് പെൺകുട്ടിക്ക് മാത്രം എങ്ങനെയാവും? ആ ഒരു കുടുംബ വ്യവസ്ഥിതി അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കൾ പോലും ഇവിടെ വരുമ്പോൾ നമ്മുടെ ഇവിടെ താമസിക്കുമ്പോൾ നമ്മൾ വാൾമാർട്ടിലോ എവിടെയെങ്കിലും കടകളിലൊക്കെ പോയിട്ട് നമ്മൾ അല്പം താമസിച്ചാൽ 7 മണിയാകുമ്പോൾ തന്നെ നമ്മളെ ഒരുപാട് കോളുകൾ ചെയ്യുകയും നമുക്ക് വേണ്ടി ആ വാതിൽ കാവൽക്കാരായി അവർ നോക്കി നിൽക്കുകയും ചെയ്യും. ഇത്തരമുള്ള വേലിക്കെട്ടുകളൊക്കെ ഭേദിച്ചുകൊണ്ട് ധൈര്യത്തോടെ മുൻനിരയിൽ നിൽക്കുന്ന ഒരുപറ്റം സ്ത്രീകളെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ അവർ ധാരാളം ആക്ഷേപങ്ങളും അവഗണനകളും പരിഹാസങ്ങളും ഏറ്റിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. നിയമപരമായും ഭരണഘടനാപരമായും സ്വാതന്ത്ര്യം, നീതി, സമത്വം എന്നിവയൊക്കെ ഉണ്ടെങ്കിലും വ്യക്തിത്വം, കുടുംബം, സമൂഹം ഇതൊക്കെയാണ് ഒരു സ്ത്രീയെ ദുർബലയാക്കുന്നത്. നമ്പർ 2, സ്ത്രീ ശാക്തീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്ത്രീകൾ വിദ്യാസമ്പന്നരാകുക എന്നുള്ളത്. ഒരിക്കൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഇങ്ങനെ പറഞ്ഞു, ഒരു പുരുഷന് വിദ്യാഭ്യാസം ലഭിച്ചാൽ നല്ലൊരു വ്യക്തിയെ വാർത്തെടുക്കാൻ പറ്റും, എന്നാൽ ഒരു സ്ത്രീക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ചാൽ നല്ലൊരു കുടുംബത്തെയാണ് വാർത്തെടുക്കപ്പെടുന്നത്. നല്ല വിദ്യാഭ്യാസം ലഭിച്ച് കാര്യപ്രാപ്തിയുള്ളവരായി സ്വന്തം കാലിൽ നിൽക്കുകയും ഔദ്യോഗിക പദവികൾ അലങ്കരിക്കുകയും ആധികാരിക പ്രാതിനിധ്യം കൈവരിക്കുകയും ഒക്കെ ചെയ്യുന്നത് സ്ത്രീകളിൽ വളരെ ആത്മവിശ്വാസം ഉളവാക്കുന്ന കാര്യങ്ങളാണ്. വിവാഹത്തിന് മുൻപ് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിനുശേഷമായാലും അവസരമുണ്ട്. തീർച്ചയായും തങ്ങളുടെ പങ്കാളികളുടെ സഹകരണം അതിന് വളരെ അത്യന്താപേക്ഷിതമാണ്. പക്ഷേ ലക്ഷ്യബോധത്തിലെത്താൻ വെമ്പൽ കൊള്ളുന്ന ഒരു സ്ത്രീയെ കാണാതിരിക്കാൻ കൂടെ താമസിക്കുന്ന പുരുഷന് സാധിക്കുമോ? അതുകൊണ്ട് മാതാപിതാക്കളുടെ സഹായത്താൽ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ വിവാഹശേഷമാണെങ്കിൽ പോലും തന്നാലാവും വിധം വിദ്യാസമ്പന്നത നേടുവാൻ സ്ത്രീ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഒരിക്കലും വിവാഹമോചനത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ
ഒരു സ്ത്രീയുടെ വ്യക്തിത്വത്തെ ഹനിക്കും വിധം അല്ലെങ്കിൽ അവളുടെ സ്വയത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാത്ത ഒരു വ്യക്തിയാണ് ഭർത്താവായി കിട്ടുന്നതെങ്കിൽ 24 മണിക്കൂർ കടന്നു പോകുന്നത് 24 വർഷം പോലെയായിരിക്കും. കുടുംബജീവിതം ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകളുടെ ഒരു പരമ്പരയാണ്. എന്നിരുന്നാൽ പോലും ഒരു സ്ത്രീയും അവരുടെ താലന്തുകളെയും വിദ്യാഭ്യാസത്തെയും സാമ്പത്തിക സ്വാതന്ത്ര്യത്തെയും ഒന്നും പണയം വെച്ചിട്ട് ഒരു പുരുഷനും അടിമകളായി ജീവിക്കേണ്ട കാര്യമില്ല. സഹനത്തിന്റെ നിറകുടവും കുലസ്ത്രീ എന്ന വെളിപ്പേരുമൊക്കെ നിലനിർത്താനുള്ള തത്രപ്പാടിൽ പല സ്ത്രീകളും നിൽക്കക്കള്ളിയില്ലാതെ ആത്മഹത്യകളിലും ചിലപ്പോൾ കൊലപാതകങ്ങളിലും വരെ എത്തിച്ചേരുന്നു. അതുകൊണ്ട് ജീവന് ഭീഷണിയാകുന്നതിന് മുൻപ് അടിച്ചമർത്തപ്പെടുന്നു എന്ന് കാണുമ്പോൾ തന്നെ അവിടുന്ന് ഇറങ്ങിക്കൊള്ളുക. അങ്ങനെയുള്ള പെൺകുട്ടികൾ തിരികെ വരുമ്പോൾ ഇരുകരങ്ങളും നീട്ടി അവരെ സ്വീകരിക്കാൻ മാതാപിതാക്കളും മറ്റു കുടുംബാംഗങ്ങളും തയ്യാറാവണം. നമ്പർ 3, സ്ഥിര വരുമാനമുള്ള ഒരു ജോലി സമ്പാദിക്കുക. ഏതൊരു ജോലിക്കും അതിൻ്റെതായ ഡിഗ്നിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും നാം പഠിച്ച പഠനത്തിന് അനുസൃതമായ ഒരു ജോലി ലഭിക്കാൻ തന്നെ ഏതൊരു സ്ത്രീയും ശ്രമിക്കുക. അക്കാഡമിക്കലി ഒരു നല്ല വിദ്യാഭ്യാസം ലഭിച്ചില്ല എങ്കിൽ പോലും സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിക്കുന്ന ഏതൊരു തൊഴിലും ഒരു സ്ത്രീ ചെയ്യാൻ തയ്യാറാവുമ്പോൾ അതുവഴിയാണ് അവൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ട അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത ഷൈനിയുടെയും മക്കളുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും BSc നഴ്സിംഗ് ഫിനിഷ് ചെയ്തിട്ടും ഒരു നല്ല ജോലി കണ്ടുപിടിക്കാൻ പറ്റാതെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന അവസ്ഥ. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അവനവൻ്റെ തൊഴിൽ റിലേറ്റഡ് ആയിട്ടുള്ള സപ്പോർട്ട് ഗ്രൂപ്പുകൾ, ഓൺലൈൻ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വഴി കണ്ടുപിടിക്കുക. ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കാറില്ല, അല്ലെങ്കിൽ ഞാൻ ഓൺലൈനിൽ ആക്റ്റീവ് അല്ല എന്നൊക്കെ പറയുന്ന സ്ത്രീകളോട് ഒരു വാക്ക്. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് സോഷ്യൽ മീഡിയ യുഗത്തിലാണ്. ഈ സിസ്റ്റം അബ്യൂസ് ചെയ്യപ്പെടുന്നത് പോലെ തന്നെ ആ അവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെ കുറഞ്ഞ വർഷം മിതമായ രീതിയിലെങ്കിലും ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അനേക തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. അതിന് സോഷ്യൽ മീഡിയ കാരണമാകും. നമ്പർ 4, സ്വയം ബഹുമാനിക്കുക അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ്. ഒരു കാര്യത്തിനും വ്യക്തിക്കും വേണ്ടി നമ്മുടെ അഭിമാനം പണയപ്പെടുത്താതിരിക്കുക. നോ പറയേണ്ടടുത്ത് നോ പറയുക. നമ്മളത് ഓൾറെഡി കേട്ട് കഴിഞ്ഞു. ഒരു സ്ത്രീയായി പിറന്നതുകൊണ്ട് മാത്രം അങ്ങോട്ട് നോക്കാൻ മേല, ഇങ്ങോട്ട് നോക്കാൻ മേല, അവരോട് മിണ്ടാൻ മേല, ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് നുള്ളിയെടുത്ത് ദൂരെ കളയുക. നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാതിരിക്കുന്നത് മൂലം അത് ഭർത്താവായിക്കൊള്ളട്ടെ, സഹോദരങ്ങളായിക്കൊള്ളട്ടെ, വെറുതെക്കാരായിക്കൊള്ളട്ടെ, ഫ്രണ്ട്സ് ആയിക്കൊള്ളട്ടെ, ആരായിരുന്നാലും പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചില്ലെങ്കിൽ അത് അവർക്ക് നമ്മുടെ തലയിൽ കുതിര കയറാൻ ഉള്ള മേയാനുള്ള ഒരു അവസരമായി അവർ മുതലെടുക്കും. നമ്പർ 5, സെൽഫ് കെയർ. അതിനെപ്പറ്റിയും നമ്മൾ കേട്ട് കഴിഞ്ഞു. അഥവാ ശാരീരിക മാനസിക ആരോഗ്യം പരിപാലിക്കുക. നമ്മൾ സ്ത്രീകൾക്ക് പൊതുവെ ഒരു ധാരണയുണ്ട്, 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഒന്നിനും കൊള്ളില്ല. ആരോ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ 40കൾ പഴയ 20കളാണ്. 20കളിലുള്ള പെൺമക്കൾക്ക് അസൂയ ഉണ്ടാക്കും വിധം അതിസുന്ദരികളായി ആത്മസംയമനം ആത്മവിശ്വാസമുള്ളവരായി നടക്കുന്ന 40കളിലും 50കളിലുമുള്ള അമ്മമാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരുടെ മനസ്സുകൾ ചെറുപ്പമാണ്. അവരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. അവർ അവിടെ വരെ എത്തിയത് നമ്മൾ വിചാരിക്കും പോലെ ഒരിക്കലും വളരെ അനായാസേനയാവില്ല. ജീവിതത്തിലെ ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളിൽ പിടിച്ചു നിന്ന് തങ്ങൾക്കെതിരെ എറിയപ്പെട്ട ഓരോ കല്ലുകളും അടുത്ത പടി വയ്ക്കാനുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോണായി ഉപയോഗിച്ച് ആണ് അവർ അവിടെ മുന്നേറിയെത്തിയത്. പ്രതിസന്ധികളിൽ തളരാതെ ഉള്ളിൽ തകർക്കപ്പെട്ടപ്പോഴും പുറമേ ഒരു പുഞ്ചിരിയുമായി നിന്നവർ. അത്തരം സ്ത്രീകളായിരിക്കണം നമ്മുടെ മാതൃകാ സ്ത്രീകൾ. ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള കൂട്ടുകാരുമായി സമയം ചിലവഴിക്കുക. അത് ആണോ പെണ്ണോ ആയിക്കൊള്ളട്ടെ. ഇഷ്ടമുള്ള ഹോബികൾ ചെയ്യാൻ സമയം കണ്ടെത്തുക. ഇഷ്ടമുള്ള ഇടങ്ങളിൽ നല്ല സുഹൃത്തുക്കളുമായി യാത്ര ചെയ്യുക. നമ്മൾ സെൽഫ് ട്രീറ്റ് അല്ലെങ്കിൽ സ്വയം ട്രീറ്റ് ചെയ്യുന്നത് പോലെ കഴിക്കാൻ ആഗ്രഹമുള്ള സാധനങ്ങൾ കഴിക്കുക. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ശാരീരിക ആരോഗ്യം. എല്ലാ സ്ത്രീകളും ജിമ്മിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. പക്ഷെങ്കിൽ ഒരു 30 മിനിറ്റ് സമയം നിങ്ങൾക്ക് ആഴ്ചയിൽ 5 പ്രാവശ്യം നല്ലൊരു ബ്രിസ്ക് വാക്കിംഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യത്തിലുള്ള വ്യായാമം കിട്ടിക്കഴിയും. അതുപോലെ സമീകൃതമായ ഒരു ആഹാരക്രമം നിങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിൽ ക്രോണിക് ഡിസീസസ് പലതിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കാൻ സാധിക്കും. ഡോക്ടേഴ്സ് വിസിറ്റ്, അത് എവറി 3 months or 6 months or 1 year, അതൊരു മസ്റ്റാണ്. ആവശ്യത്തിന് വ്യായാമവും ഫുഡും ഒക്കെ ടേക്ക് കെയർ ചെയ്തിട്ടും നിങ്ങളുടെ അസുഖങ്ങൾ മാറുന്നില്ല അല്ലെങ്കിൽ ആരോഗ്യം പാലിക്കാൻ പറ്റുന്നില്ല എങ്കിൽ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെടുക്കാൻ മടി കാണിക്കാതിരിക്കുക. നമ്പർ 6, തിരിച്ചറിവുകൾക്കനുസരിച്ച് മാറ്റങ്ങൾ സ്വായത്തമാക്കുക. പലപ്പോഴും സ്ത്രീകൾക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ സ്ത്രീകൾ പൊതുവെ മിണ്ടാതിരിക്കുകയാണ് പതിവ്. കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും വേണ്ടത്ര സപ്പോർട്ട് കിട്ടുമോ എന്നുള്ള ഭയവും മറ്റുള്ളവർ അറിഞ്ഞു കഴിയുമ്പോൾ ഉള്ള അഭിമാന പ്രശ്നവുമാണ് അതിനുള്ള പ്രധാന കാരണങ്ങൾ. കഴിഞ്ഞ ആഴ്ച ഇവിടെ പറഞ്ഞ ഷൈനിയുടെ കാര്യം വീണ്ടും പറയട്ടെ. BSc നഴ്സിംഗ് പഠിച്ച ഒരു പെൺകുട്ടിക്ക് ജോലി ചെയ്യാൻ പറ്റാതെ വന്ന അവസ്ഥ.
ഭർത്താവിന്റെയും വീട്ടുകാരുടെയും സ്ഥിരം പീഡനത്തിന് വിധേയരായി ആരോടും ഒന്നും തുറന്നു പറയാൻ നിൽക്കാതെ ഒരു ആത്മഹത്യാ കുറിപ്പ് പോലും എഴുതാതെ ഇവിടുന്ന് കടന്നുപോയവർ താൻ നേരിട്ട പീഡനങ്ങൾ തന്റെ പെൺകുട്ടികളും അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ള ഭയം മൂലമാണ് ആ പിഞ്ചു കുഞ്ഞുങ്ങളുമായി അവൾ മരണത്തിന് വിധേയയായത്. സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് മൂന്ന് സ്ത്രീകളിൽ ഒരാൾ തന്റെ ജീവിതകാലത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും തരം പീഡനത്തിന് വിധേയയാവുന്നു എന്നാണ് കണക്ക്. ബ്രേക്ക് ദ സൈലൻസ്. ഏതൊരു സ്ത്രീയും സ്വയം പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണത്. ശാരീരികമോ മാനസികമോ ലൈംഗികമോ ആയ പീഡനത്തിന് വിധേയയാകുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ അത് ഏറ്റവും അടുത്ത ആരോടെങ്കിലും ഷെയർ ചെയ്യാൻ മടിക്കരുത്. എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറുക, എന്നിട്ട് നിയമ നടപടി സ്വീകരിക്കുക. അതിനുശേഷം കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ അതും ചെയ്യുക. നീതി നിഷേധിക്കപ്പെടുമ്പോൾ നീ തീയാവുക എന്നൊക്കെ പറയുമ്പോൾ വളരെ എളുപ്പമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? യഥാർത്ഥത്തിലുള്ള അർത്ഥം നമ്മൾ പ്രതികരിക്കണം എന്നുള്ളതാണ്. ജോലി സ്ഥലത്ത് ഒരു ഹരാസ്മെന്റ് ഉണ്ടായാൽ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാത്തതും നമ്മുടെ ജോലിക്ക് ഭീഷണി വരുമോ അല്ലെങ്കിൽ പീഡിപ്പിച്ചയാൾ നമ്മളെ വീണ്ടും ഉപദ്രവിക്കുമോ എന്നുള്ള ഭയത്തിൽ നിന്നുമാണ്. പക്ഷേ സീറോ ടോളറൻസ് ടു ഹറാസ്മെന്റ് എന്ന ഒരു മൈൻഡ് സെറ്റ് ഏതൊരു സ്ത്രീയും സ്വായത്തമാക്കിയിരിക്കണം. കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ജോലി സ്ഥലത്തായിരുന്നാലും ശാരീരികവും മാനസികവും ലൈംഗികവുമായ ഏതൊരു പീഡനവും റിപ്പോർട്ട് ചെയ്തിരിക്കണം. തന്നെയല്ല, എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളോടെങ്കിലും അത് പറയുക, എന്നിട്ട് അടുത്ത നടപടിയിലേക്ക് നീങ്ങുക. നമ്മുടെ കൊച്ചു കേരളത്തിൽ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളെപ്പറ്റി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പുറം രാജ്യങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകൾക്ക് നിയമ നടപടികൾ ഒന്നുകൂടി എളുപ്പമാണെന്ന് പറയുമ്പോഴും ഏറ്റവും കൂടുതൽ മനുഷ്യക്കടത്ത് നടക്കുന്നത് US പോലുള്ള രാജ്യങ്ങളിലാണ്. FBI പോലുള്ള നിയമസംഘടനകൾ ഇതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഒരു പരിധിവരെ മാത്രമേ അവർക്ക് പെൺകുട്ടികളെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളൂ. ഇത്തരം മനുഷ്യക്കടത്തുകൾ തടയുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മനുഷ്യക്കടത്ത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് പഠിക്കാൻ ശ്രമിക്കുക. അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളും ലക്ഷണങ്ങളും എല്ലാം പഠിക്കുക. നാഷണൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഹോട്ട്ലൈൻ 188-373-7888 എപ്പോഴും ഹാൻഡിയായി വയ്ക്കുക. ആൻറ്റി ട്രാഫിക്കിംഗ് ഓർഗനൈസേഷൻസുമായി കണക്ഷൻസ് ഉണ്ടാക്കുക. പറ്റുന്നത്രയും അവയർനെസ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, ഫണ്ട് റേസിംഗ് നടത്തുക. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. നാഷണൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഓൺലൈനിലേക്ക് ഏറ്റവും സെക്കൻഡ് ഹയസ്റ്റ് കോൾസ് വരുന്നത് ടെക്സസ് സ്റ്റേറ്റിലേക്കാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് കാരണം സൈബർ ക്രൈമുകളാണ് സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ഞാൻ ഉൾപ്പെടെ പല സ്ത്രീകൾ അതിന് ഇരയായിട്ടുണ്ട്. ഇങ്ങനെയുള്ള അവസരത്തിൽ ഒരിക്കലും മൗനം പാലിക്കരുത്. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നീതി ലഭിക്കും വരെ പോരാടുവാൻ മടിക്കരുത്. സത്യം തുറന്നു പറയുമ്പോൾ സൈബർ ഇടങ്ങളിൽ ശരിയായ പേരോ മുഖമോ പോലും ഇല്ലാതെ വന്ന് അസഭ്യ വർഷങ്ങൾ നടത്തുമ്പോൾ പേടിച്ചോടുന്ന പെൺകുട്ടികളുടെ കാലം കഴിഞ്ഞു. കേട്ടാൽ അറയ്ക്കുന്ന വൃത്തികേടുകൾ പറയുകയും AI ടെക്നോളജി ഉപയോഗിച്ച് മുഖം വെട്ടിമാറ്റി ഒട്ടിക്കുകയും ചെയ്താൽ നിശബ്ദരാകുന്ന പെൺകുട്ടികളല്ല ഇപ്പോൾ നമുക്കുള്ളത്. സ്ത്രീകളുടെ നിരപരാധിത്വം അവർ പങ്കുവെക്കുമ്പോൾ സ്ത്രീ വിരുദ്ധത മാറ്റിവെച്ചിട്ട് അവരെ താങ്ങുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് ആവശ്യമുള്ളത്. സ്ത്രീ ശാക്തീകരണം ഉടലെടുക്കേണ്ടത് ആത്മാഭിമാനത്തിൽ നിന്നാണ്. അത് മറ്റൊരു ആളിൽ നിന്ന് നമുക്ക് അനുവദിച്ചു കിട്ടേണ്ട ഒന്നല്ല. സ്വയമായുള്ള ഒരു ആത്മവിശ്വാസത്തിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണത്. അതുകൊണ്ടാണ് ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീക്ക് ലൈംഗിക ചൊവ്വയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കേൾക്കുമ്പോൾ മറ്റെല്ലാവർക്കും ശരിയായി തോന്നിയാലും അത് തെറ്റായി തോന്നുന്നതും അവൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്നതും. സ്ത്രീ സ്വയം തിരിച്ചറിയുകയും അവളുടെ കഴിവുകളെ ബലപ്പെടുത്തിയെടുക്കുകയും ചെയ്യണം. അതായത് സ്വയമായി തോന്നാതെ സ്ത്രീ ശാക്തീകരണം ഒരിക്കലും സാധ്യമല്ല. പെണ്ണായി പിറന്നാൽ മണ്ണോട് പറ്റുവോളം കണ്ണീര് കുടിക്കണം എന്നുള്ള ചിന്താഗതി മാറണം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആർഷഭാരത സംസ്കാരം ഇങ്ങനെയാണ്. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ഒരുപടി താഴ്ന്ന് അവർക്ക് കീഴ്പ്പെട്ട് നിൽക്കണം എന്നിങ്ങനെയൊക്കെയുള്ള സ്ഥിരം കേട്ടുകേൾവികളെ തച്ചുടച്ചുകൊണ്ട് ശരിയായ വിദ്യാഭ്യാസം, ബോധവൽക്കരണം, തുടർമാനമായുള്ള പരിശീലനം എന്നിവ വഴി ഒരുപറ്റം സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായി ശ്രമിക്കുന്നതാണ് ശരിയായ സ്ത്രീ ശാക്തീകരണം. നമ്മൾ ജീവിക്കുന്ന ഈ അമേരിക്കയിൽ സ്ത്രീ ശാക്തീകരണം സാധ്യമാക്കുന്ന അനേക നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. 1920 പാസ്സായ സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം, വിച്ച് ഈസ് 19th അമെൻമെന്റ്, ലിംഗഭേദത്തിന്റെ പേരിലുള്ള വിവേചനം നിർത്തൽ ചെയ്തുകൊണ്ടുള്ള 1964 നിയമവും, ഗർഭിണികൾക്കെതിരെയുള്ള വിവേചനം നിർത്തലാക്കിക്കൊണ്ട് 1978 നിയമവും ഒക്കെ ചില ഉദാഹരണങ്ങൾ മാത്രം. US സ്ത്രീ ശാക്തീകരണം 100% സാധ്യമാക്കണമെങ്കിൽ സ്ത്രീകൾക്കുള്ള വിദ്യാഭ്യാസത്തെ പിന്തുണയ്ക്കുകയും അവർക്ക് സാമ്പത്തിക അവസരങ്ങൾ സൃഷ്ടിക്കുകയും സോഷ്യൽ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യണം. ജാതികളുടെയും മതങ്ങളുടെയും രാഷ്ട്രീയ അജണ്ടകളുടെയും പാരമ്പര്യത്തിന്റെ കെട്ടുവള്ളികളെയും പുരുഷ മേധാവിത്വത്തിന്റെ അതിപ്രസരതകളെയും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യ എന്നോ അമേരിക്ക എന്നോ വ്യത്യാസമില്ലാതെ അതാത് രാജ്യത്തെ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ മൗലിക അവകാശങ്ങളും ചെയ്തെടുക്കുവാൻ
ഞാൻ ഉൾപ്പെടെ നമ്മൾ അറിയുന്ന ഓരോ സ്ത്രീയെയും പാകപ്പെടുത്തിയെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിങ്ങൾ ലഭിക്കും.